ഈ അന്യനാട്ടിൽ വന്നൊരു മലയാളി പെണ്ണ് വഴിതെറ്റിപ്പാൻ ഞാൻ അനുവദിക്കില്ല. അതിനെനിക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ലല്ലോ. വഴിതെറ്റാൻ പറ്റിയൊരു പ്രായം എന്റെ ജാനറ്റ് നിങ്ങളെ കുറിച്ചല്ല, പിന്നെ ഇഷയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇഷയ്ക്ക് എന്ത് പറ്റി? അവൾ ഒരുത്തന്റെ കൂടെ ഫുൾ ടൈം കറക്കവാ. അവനാണെങ്കിൽ ഭൂലോക പിഴ. ഒരു ദിവസം അവനെ പാർക്കിൽ കണ്ടു. പിന്നെ നോക്കിയപ്പോ ദേ കോഫി ഷോപ്പിൽ നിൽക്കുന്നു. അപ്പോഴൊക്കെ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ഇവനാരെ കോസിനോ? ഏയ്, നിന്റെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നോണ്ട് തോന്നുക. എനിക്കറിയാം ഇഷ എങ്ങനത്തെ കുട്ടിയൊന്നുമല്ല. മേലാൽ ഈ സൈസ് കാര്യങ്ങളുമായി ഇങ്ങോട്ട് വന്നാൽ പടമാക്കി ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കും. ഇവരെന്താ ഇരട്ട പറ്റതാ? Good morning. May I come in? Oh, please. Thank you. അപ്പൂപ്പ, ഇതാണ് ഞാൻ പറഞ്ഞ സിദ്ധാർത്ഥ്. ഹായ്. ഇതെന്റെ അപ്പൂസ്. മൈസലോങ് എന്ന ശാന്തിഗിരി കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ മലയാളി. Sit down. Thank you. സിദ്ധാർത്ഥ്, കാപ്പിയോ ചായയോ? ഏതായാലും. സിദ്ധാർത്ഥ്, ഇവിടുത്തെ ചായ സംതിങ് സ്പെഷ്യലാണ്. 80s വരെ ഈ ഏരിയയിലെ മെയിൻ കൾട്ടിവേഷൻ കഞ്ചാവായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും ടോപ്പ്. പിന്നെ ഗവൺമെന്റ് ഇടപെട്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞു. തേയില റീപ്ലാന്റ് ചെയ്തു. അതുകൊണ്ടാണോന്നറിയില്ല, ഇവിടുത്തെ ചായക്ക് വല്ലാത്ത ലഹരിയാ. ദിസ് പ്ലേസ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. നാട് പോലെ തന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഉണ്ട് ഇവിടെ. സിദ്ധാർത്ഥ നാട്ടിലെവിടെ? പാലക്കാടാ. ഇവിടെ പെന്റാഗ്രാഫിക്സിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, വെരി ഗുഡ്. താങ്ക്സ്. സിദ്ധാർത്ഥ്, do you play chess? അപ്പൂസേ. Okay. Have tea. Come in. Wow. Nice room. ഏയ്, ഇതിലല്ലേ കാപ്പി വേണമെന്ന് പറഞ്ഞത്? നോക്കട്ടെ. ഇത് വേറൊരാളാ. എനിക്കുറപ്പാ അതെന്റെ തന്നെ സ്കെച്ചാ അല്ലേ? ഇത് വേറൊരാളാ. ഇത് ഏതാ ഈ സ്ഥലം? അന്നും സിറ്റിയിലെ പോർട്രേറ്റ് ലൈഫിൽ നിന്ന് ഒരു റിലീഫ് തേടിയാണ് ഞാൻ അവിടെ എത്തിയത്. എന്തുകൊണ്ടോ ആ ലാൻഡ്സ്കേപ്പ് ക്യാൻവാസിൽ പകർത്താൻ തോന്നിയ ദിവസം, മൈ ഫേവറേറ്റ് ഗെറ്റ് അവേ. ബട്ട് അൺകോൺഷ്യസായി എനിക്ക് ആരോ തുണയായി. ബോധം വന്നപ്പോൾ ഒരു ക്ലിനിക്കിൽ. പക്ഷെ അയാൾ പോയി കഴിഞ്ഞിരുന്നു. ഒരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാത്ത സുഹൃത്ത്. പിന്നീട് തിരിച്ചെത്തിയ എനിക്കായി ഒരു വലിയ കരുതൽ അവിടെ ഉണ്ടായിരുന്നു. സേഫായ ഒരു ബ്രിഡ്ജ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മൈ കളേഴ്സ്. അതിന് പകരം വെക്കാൻ കയ്യിലുണ്ടായിരുന്നത് ഒരു പെയിന്റിംഗ് മാത്രം. And he responded the same way. അന്ന് മുതൽ ഒരു പിടി ലാവൻഡർ പൂക്കൾ അയാൾ എനിക്ക് തന്നുകൊണ്ടേയിരുന്നു.
എന്നിട്ടും നീ മാത്രം ഒന്നും അറിയാത്തവനെ പോലെ, മറ്റൊരാളെ പോലെ. അത് നീ തന്നെയല്ലേ? ഞാൻ അവളോട് കള്ളം പറഞ്ഞില്ല, സത്യവും. ഐ ചോസ് സൈലൻസ്.